പുനർനിയമനം നൽകിയ ഉദ്യോഗസ്ഥരുടെ ശമ്പള വിവരം മറച്ചുപിടിച്ച് സർക്കാർ. വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാബിനറ്റ് റാങ്കിൽ വരെ വിരമിച്ച ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റിയ ശേഷമാണ് സർക്കാരിന്റെ ഈ ഒളിച്ചുകളി. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമ്മൾ ഈ വാർത്തയ്ക്ക് തൊട്ട് മുൻപ് റിപ്പോർട്ട് ചെയ്ത രണ്ട് വാർത്തകൾ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലുള്ള മരുന്ന് വിതരണം, അത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. കുടിശ്ശികയടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ തിരിച്ചടയ്ക്കുന്നില്ല. അതിൻ്റെ ഫലമായി അത് കഴിഞ്ഞ് പ്രജിത്തിലേക്ക് വരുമ്പോൾ പ്രജിത്ത് തന്നെ പറഞ്ഞു, പുതിയ തസ്തികകളും ഉപകരണങ്ങളും ഒക്കെ ഇനിയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഈ സീറ്റിൻ്റെ വർധനവിലടക്കം ഇപ്പോൾ സർക്കാർ പിന്നോട്ട് പോകുന്ന ഒരു തീരുമാനം. ഇവിടെയെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. പക്ഷേ എത്ര ഇരട്ടത്താപ്പ് നിറഞ്ഞ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളതാണ്. അതായത് പുനർനിയമനം നൽകുന്നു ഉദ്യോഗസ്ഥർ, അവരുടെ ശമ്പള വിവരം മറച്ചുപിടിക്കുന്നു. ഈ വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു പൊതു ന്യായമായി നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇതിനെയൊക്കെ അട്ടിമറിക്കുന്ന ഒരു നയം തന്നെയാണ് സർക്കാർ തുടരുന്നത്. സർക്കാരിൻ്റെ യഥാർത്ഥ ഇരട്ടത്താപ്പ് തന്നെയല്ലേ ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്? രോഹിണി, 3 ചോദ്യങ്ങളാണ് നിയമസഭയിൽ വന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, മിഷനുകൾ എന്നിവിടങ്ങളിൽ സർക്കാർ സർവീസിൽ നിന്ന് ലഭിച്ച ശേഷവും പുനർനിയമനം ലഭിച്ചവരെ കുറിച്ചായിരുന്നു ഈ ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇവർക്ക് കരാർ റീ എംപ്ലോയ്മെന്റ് വ്യവസ്ഥകളിൽ നിയമനം ലഭിച്ചവരെ കുറിച്ചും അവർക്ക് നിയമനം ലഭിച്ചതിനെ കുറിച്ചും മറുപടി നൽകണമെന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, IAS IPS തസ്തികകളിൽ നിന്ന് ലഭിച്ച എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന രീതിയിൽ പുനർനിയമനം നേടിയിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകണം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ രീതിയിൽ പുനർനിയമനം ലഭിച്ചത് കൊണ്ട് തന്നെ സംസ്ഥാന ഖജനാവിന് ഏത് രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ട്, എത്ര രൂപ സർക്കാർ ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ ഈ 3 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള ഒരേ ഒരു മറുപടി, വിവരം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു നിയമനത്തെ പറ്റിയും സർക്കാരിന് ഒരു ബോധ്യവുമില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ കൈവശം ഒരു വിവരവുമില്ല എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയത്. ഇനി ചില പ്രമുഖരുടെ പേരുകളിലേക്ക് നമുക്ക് വരാം. മുൻ ചീഫ് സെക്രട്ടറി KM ഇബ്രാഹിം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുണ്ട്. ഒപ്പം കിഫ്ബിയിലും അദ്ദേഹത്തിന് ചുമതല നൽകിയിരിക്കുന്നു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയി പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായിരിക്കുന്നു. K ജയകുമാർ IAS IMG ഡയറക്ടറായിരിക്കുന്നു. മുൻ DGP ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം കൊച്ചിൻ മെട്രോയുടെ ചുമതലയിരിക്കുന്നു. ADGP B സന്ധ്യ തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥരാണ് ഈ രീതിയിൽ സർവീസിൽ നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം പുനർനിയമനം നേടിയിട്ടുള്ളത്. ഇവർക്ക് പല വകുപ്പുകൾ, അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും, പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും, കൊച്ചിൻ മെട്രോ പോലെയുള്ള കേരളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള വിവിധ പദ്ധതികളിലും ഒക്കെ ഇവർക്ക് ഈ രീതിയിൽ ചുമതലകൾ നൽകിയിട്ടുണ്ട്. വൻ ശമ്പളവുമാണ് ഇവർക്ക് നൽകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ പല സമയത്തും ചോദിക്കുമ്പോഴും സർക്കാർ മൗനം പാലിക്കുന്നുവെങ്കിലും ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത സംസ്ഥാനം സൃഷ്ടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഈ പുനർനിയമനങ്ങൾ നൽകുന്നത് സർക്കാർ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമനങ്ങളെല്ലാം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ സമ്മതപ്രകാരമാണ്. വിരമിച്ച ഇത്രയും സീനിയർ ആയിട്ടുള്ള IPS IAS ഉദ്യോഗസ്ഥരെയൊക്കെ വിവിധ ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നത് അത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യപ്രകാരമാണ്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്നു, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇവരുടെ ഒരു കണക്കുകളും ബാക്കിയില്ല എന്നുള്ളത്. അതായത് ഇവർക്ക് നൽകുന്ന സാമ്പത്തിക, അല്ലെങ്കിൽ ഇവർക്ക് നൽകുന്ന വേതനങ്ങൾ, ഇവർക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ സർക്കാർ നിയമസഭയിൽ മൗനം തുടരുകയാണ്. ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം പലപ്പോഴും പല സർവീസുകളിലും പല സ്ഥാപനങ്ങളിലും ഒക്കെ ഈ രീതിയിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള പ്രൊമോഷൻ പ്രക്രിയ തടസ്സപ്പെടുകയും അതുവഴി കൂടുതൽ ഒഴിവുകൾ വരുന്ന സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് സർക്കാർ ചെയ്തതെന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനം നേരത്തെ തന്നെയുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഒപ്പം ഇവരുടെയൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നൽകുന്ന ശമ്പളം, ഇവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, ഇവർക്ക് നൽകുന്ന മറ്റ് സൗകര്യങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള വിവരാവകാശ മറുപടിയിലും അല്ലെങ്കിൽ വിവരാവകാശ ചോദ്യങ്ങളിലും സർക്കാർ പലപ്പോഴും മൗനം പാലിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയധികം ഉദ്യോഗസ്ഥരെ ഈ പറയുന്ന രീതിയിൽ പുനർനിയമനം നൽകിയിട്ടും അതിന്റെ വിവരങ്ങൾ സംസ്ഥാന നിയമസഭയിൽ പോലും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വലിയ
പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വലിയ വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും സർക്കാർ ആകെ നൽകുന്നത് ക്രോഡീകരിച്ച് വിവരങ്ങൾ സർക്കാരിന്റെ കൈവശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യം സർക്കാർ പലപ്പോഴും നിഷേധിക്കുന്നതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിരവധി തവണ നിയമസഭയിലടക്കം ഉന്നയിക്കപ്പെട്ടതാണ്. എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും സർക്കാർ തങ്ങളുടെ കയ്യിൽ ഈ വിവരങ്ങൾ ഇല്ല എന്നുള്ളൊരു മറുപടി നൽകി ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി വിവരങ്ങളില്ല, ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ മറുപടി നൽകി പല വിവാദ വിഷയങ്ങളിലും സർക്കാർ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വിവരാവകാശ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ തന്നെ പല വിഷയങ്ങളിൽ സർക്കാരിന് മുമ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന പാർട്ടികളെ പറ്റി അല്ലെങ്കിൽ വിരുന്ന് സൽക്കാരങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകുന്നില്ല. മന്ത്രി സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകുന്നില്ല. ഒപ്പം മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ച സഹകരണ വകുപ്പിലെ ഈ പറയുന്ന രീതിയിലുള്ള സഹകരണ സംഘങ്ങൾ നടത്തുന്ന റവന്യൂ റിക്കവറികൾ, അത് ലോണുകൾ ഉണ്ടെങ്കിൽ വീടുകൾ ഉള്ള സ്ഥലങ്ങൾ ജപ്തി ചെയ്യില്ല എന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരുന്നു. അത്തരം ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യത്തിനും വ്യക്തമായൊരു മറുപടി നൽകാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ വിവരാവകാശ നിയമത്തെയും അതോടൊപ്പം തന്നെ നിയമസഭയിലെ അവകാശത്തെ വരെയും സർക്കാർ ഈ രീതിയിൽ ഉള്ള വിവരങ്ങൾ ഇല്ല എന്നുള്ള ഒറ്റ മറുപടിയിൽ സർക്കാർ ഇല്ലാതാക്കുന്ന ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം നിയമിച്ചത് മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ വിരമിച്ച നിരവധി IAS IPS ഉദ്യോഗസ്ഥർ തസ്തികകളിൽ തുടരുന്നുണ്ട്. അവർക്ക് വേണ്ടി സർക്കാർ ലക്ഷങ്ങളും കോടികളും ഒക്കെ ചെലവഴിക്കുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചുള്ള ഒരു വിവരം നിയമസഭയിൽ പോലും മറുപടി നൽകാൻ സർക്കാർ തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ സാഹചര്യം. തീർച്ചയായും സർക്കാരിന്റെ ഒളിച്ചുകളി ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ തുടരുന്ന ഒരു നയം തന്നെയാണ് കാണുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.